നമസ്കാരം. എന്നാലും മാപ്രകളുടെ സ്വയം പ്രഖ്യാപിത സത്യസന്ധനായിട്ടുള്ള കുഴലിന് ഈ ഗതി വന്നല്ലോ. പെറ്റ തള്ള പോലും സഹിക്കാത്തൊരവസ്ഥയാണ്. എന്തൊക്കെയായിരുന്നു വീണാ വിജയനെതിരെ ഉശിരം പോരാട്ടം, പോരാളി, കോൺഗ്രസുകാരുടെ ഹീറോ ദേ കിടക്കുന്നു ഇഡിയുടെ മുന്നിൽ. അറിഞ്ഞില്ലല്ലേ? ഒന്ന് കേട്ടെ. ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം. മാത്യു കുഴൽനാടൻ MLA ഉടൻ ചോദ്യം ചെയ്യും. റിസോർട്ടിനുള്ള പണമിടപാടടക്കം പരിശോധിക്കും. അതെ, ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇഡി ഉടനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലെ സ്വയം പ്രഖ്യാപിത 3-4 സത്യസന്ധന്മാരുണ്ട്. അതായത് കയ്യിലിരിപ്പ് എന്താന്ന് നോക്കിയാൽ അനധികൃത സ്വത്ത് സമ്പാദനം, കള്ളപ്പണം, ഭൂമി തട്ടിപ്പ്, സർക്കാർ ഭൂമി കയ്യേറൽ, പരീക്ഷയ്ക്ക് തുണ്ടുവച്ച് ഡീബാറിയൽ, ഇങ്ങനെയുള്ള ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള വ്യക്തികളൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പുണ്യാളന്മാരും വലിയ ഹീറോയും. അദ്ദേഹത്തിന്റെ മുടി, അദ്ദേഹത്തിന്റെ നിക്കർ, അദ്ദേഹത്തിന്റെ ഷർട്ട്, അദ്ദേഹത്തിന്റെ ബെൽറ്റ്, അദ്ദേഹത്തിന്റെ അണ്ടർവെയർ വരെ എന്തോ മഹാത്മ്യം ഉള്ളത് കണക്കാണ് നമ്മുടെ മുന്നിലേക്കൊക്കെ അവതരിപ്പിച്ച് കാണിക്കാറുള്ളത്. അങ്ങനെയുള്ള വ്യക്തിയൊക്കെ അനാവശ്യ പൊലിപ്പീരെന്തെന്ന് പറഞ്ഞാൽ അവരുടെ കൈവശമുള്ള അഴിമതി നടത്തുന്ന പണം വാങ്ങിച്ചിട്ട് അവരെ PR വർക്കിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ് ഇവരെന്തോ മഹാന്മാരാണെന്ന്. ഇപ്പൊ കണ്ടില്ലേ, ചിന്നക്കനാലിലെ ഭൂമി മേടിച്ചതിനാണ് ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നത്. നേരത്തെ വിജിലൻസ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. 50 സെന്റ് സർക്കാർ ഭൂമിയാണ് അടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ മോഷ്ടിച്ചത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയ നിങ്ങളുടെ ഭൂമി അത് തൊട്ടടുത്ത വീട്ടുകാരൻ കൈയേറി കഴിഞ്ഞാൽ അയാളെ എന്ത് വിളിക്കും? നിങ്ങൾ മഹാൻ എന്ന് വിളിക്കും? ഇല്ലല്ലോ. അയാൾ കള്ളനാണ്, ഭൂമി കള്ളനാണെന്നല്ലേ പറയുള്ളൂ. അതുപോലെ സർക്കാർ ഭൂമി അടിച്ചു മാറ്റി. ആ അടിച്ചു മാറ്റിയതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ദുരൂഹമാണ്. മറ്റൊരാളുടെ, അതായത് ഗവൺമെന്റിന്റെ തന്നെ 50 സെന്റ് ഭൂമി അതിനെ പോക്കുവര ചെയ്ത് എടുക്കണമെങ്കിൽ നടക്കണ കാര്യമാണോ? ഒരു സാധാരണക്കാരൻ വിചാരിച്ചാൽ നടക്കൂ? ഇല്ല. കയ്യിൽ കാശുണ്ട്, കാശ് പടന്നാണ്. അതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന സാഹചര്യമുണ്ട്. അത്രയും ലീഡിംഗ് അഡ്വക്കേറ്റ് ആണോ? പിന്നെ ഹൈക്കോടതിയിൽ മാലപ്പടക്കം പൊട്ടും പോലെയാണ് പല കേസുകളിലും പൊട്ടി നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഈ മഹാനെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു കമ്പനിക്കെതിരെ വെച്ചൊരു ആരോപണം ഉന്നയിച്ചല്ലോ. മേലെ ആ കമ്പനിയുടെ പേര് മിണ്ടിപ്പോരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് കൊടുത്തത്. അതിനുശേഷമാണ് വിജിലൻസ് കേസിൽ പെടുന്നത്. സ്വന്തം നിലയ്ക്കുള്ള കള്ളത്തരങ്ങൾ, കാപട്യങ്ങൾ, അഴിമതികൾ ഇതെല്ലാം മറച്ചു വെക്കാൻ വേണ്ടി നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് 4 ഇംഗ്ലീഷ് കാച്ച് നടക്കും. ഈ നാട്ടിലെ മാപ്രകൾക്കും ചില ഇടതുവിരുദ്ധർക്കും വേണ്ടത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാത്തരം വൃത്തികേടുകളും എല്ലാത്തരം അഴിമതികളും നടത്തിയിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം മഹാനായിട്ട് നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ 8ന്റെ പണി വന്നിരിക്കുന്നത്. അപ്പോ വീണാ വിജയനെ കുടുക്കാൻ നടന്ന് ഇപ്പോ ഇഡിയുടെ മുന്നിൽ പോയി കാലി കെട്ടിപ്പിടിച്ച് കളയേണ്ട അവസ്ഥയാണ്. നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം, അതോടൊപ്പം തന്നെ ഇദ്ദേഹം തെരഞ്ഞെടുപ്പിൽ അഫിഡവിറ്റ് കൊടുത്തതിന് മുന്നോടിയായിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചതിൽ അദ്ദേഹം ലിക്വിഡ് ക്യാഷ് കൈമാറിയത് ഉൾപ്പെടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അതിനെ സംബന്ധിച്ച് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡി കൂടി അന്വേഷണത്തിന് വരുന്നത്. മിക്കവാറും അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, സ്വന്തമായിട്ട് പറയില്ല, ലൈവ് കൊണ്ടിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് എന്നുള്ള നിലയ്ക്കും കുറച്ച് സംഘികൾക്കും തലയ്ക്കകത്ത് ആള് താമസം ഇല്ലാത്തതുകൊണ്ട് 4 ഇംഗ്ലീഷും 2 ഡയലോഗും കേട്ട അയ്യോ വളരെ തങ്കപ്പെട്ട ആള്, പിന്നെ വലിയ കുടുംബമാണ്. ഇത് രണ്ടും കേട്ട് കഴിഞ്ഞാൽ ഏതൊരു ഉടായ്പനും ഈ നാട്ടിൽ ഉടനടി അവനെ ഒരു മഹാത്മാ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും. ആ മഹാത്മാവ് എന്ന സർട്ടിഫിക്കറ്റും വെച്ചുകൊണ്ടാണ് ലോകത്ത് നടന്ന് മുഴുവൻ അഴിമതിയും കള്ളത്തരവും നടത്തുന്നത്. അങ്ങനെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഇഡി ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. ചർച്ചയാകേണ്ടതാണ്, വാർത്താ വിസ്ഫോടനമാകേണ്ടതാണ്. കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം, ഇഡി KT ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സന്ദർഭത്തിൽ എന്തൊരു ആഘോഷമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടോ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് സകലതും കോടതിയെടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. ഇതുവരെ ആരോപണമല്ലാതെ അവർക്കെതിരെ ഒരു കാര്യം തെളിയിക്കാനായില്ല. പക്ഷെ ഇപ്പൊ എന്ത് വേണം? സ്വന്തം നിലയ്ക്ക് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഇഡി അന്വേഷണത്തിന് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏത് കാര്യത്തിലാണ് ഇയാൾ മഹാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇയാൾ ട്രാൻസ്പാരന്റ് എന്ന് പറയുന്നത്, ഇയാൾ സത്യസന്ധനാണെന്ന് പറയുന്നത്? ഏത് കാര്യത്തിലാണ് ഇയാൾ സത്യസന്ധൻ എന്ന് പറയുന്നത്? പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം തുണ്ടുവച്ചതിന് ഡീബാർ ചെയ്യപ്പെട്ട വ്യക്തിയാണ്. കൈയോടെ പിടിച്ചു, അതൊരു തെറ്റല്ല, പിന്നീട് പഠിച്ചു വന്നില്ല എന്നാണ്. പിന്നീട് എവിടെയാണ് പഠിച്ചതെന്ന് നാട്ടുകാർക്ക് അറിയില്ല. കുറച്ചു കാലത്തിന് ശേഷം പൊന്തിയപ്പോൾ അദ്ദേഹം വലിയ ആളായിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ്. ആ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയാണ്, അദ്ദേഹം അനധികൃതമായി നിലനികത്തൽ കേസിൽ പ്രതിയാണ്, അദ്ദേഹം ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്, വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കയ്യേറ്റത്തെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ എത്ര അഴിമതി കേസുകൾ. ഇത് പോരാഞ്ഞിട്ട് മറ്റു ചില ആരോപണങ്ങൾ കൂടി ഇദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നതും വലിയ വാർത്തയായിരുന്നു. ഇങ്ങനെ അടിമുടി ഉടായ്പായിട്ടുള്ള വ്യക്തി ഏറ്റവും ഒടുവിൽ
വീണ വിജയനെ കോടതി കയറ്റാൻ നടന്നു കടന്ന് ഇഡിയുടെ മുന്നിൽ പോയി മുട്ടിലിടിച്ച് സാഷ്ടാംഗം കിടക്കേണ്ടി വരുന്ന ഗതികേടിന്റെ പേരാണ് മാത്യു കുഴൽനാടൻ എന്ന് പറയേണ്ടി വരികയാണ്.